ആഘോഷത്തിൻ്റെ ഭാഗമായി എത്തുന്നത് മാതാവിനാണ്. മാതാവിനെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതിനുവേണ്ടി തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പതാക ഉയർത്തുന്നതിന് വേണ്ടി മാതാവിനെ ചെയ്തു. എല്ലാവരും ഇല്ല. भारत माता की जय, भारत माता की जय। ആദരണീയനായ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ തോമസ്, സെക്രട്ടറിയായി ശ്രീ മാത്യാസൻ, ശ്രീ ടോണി, ക്ലബിൻ്റെ മുൻ ഭാരവാഹികളായ ശ്രീ കോളാസൻ, വേണികുമാർ, സിജി എൻ്റെ മറ്റ് നാട്ടുകാരാണ്. എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷം നിൽക്കുന്നത് 29ാമത് വാർഷിക ദിനത്തിലേക്ക് നമ്മൾ ചർച്ച 28 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാഷ്ട്രപിതാക്കളായ മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും നേതൃത്വത്തിൽ ശക്തമായ സമരത്തിൽ കൂടി ഒരുപാട് പേരുടെ ജീവൻ വരെ പണയം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടുകൂടി ഇന്ത്യയുടെ അടിസ്ഥാന മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും സാമ്പത്തിക മേഖലയിലും ഒരുപാട് പുരോഗതി എന്നാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും മറ്റു രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും ശക്തമായ ഭരണഘടനയാണ് ഇന്ത്യ രാജ്യത്ത്. ഈ ഭരണഘടനയുടെ കീഴിൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ജുഡീഷ്യറി സംവിധാനവും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും ഭരിക്കുന്ന പാർട്ടിയുടെ കൽപ്പാവയായി മാറി പ്രവർത്തിക്കുന്ന പ്രവണത ഈ അടുത്ത കാലങ്ങളിൽ അത് നല്ല സൂചനയല്ല. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഏത് ഇന്ത്യൻ ഭരണമനുസരിച്ച് കൊടുത്ത ഏതൊരു പൗരനും അവരുടെ ഇഷ്ടമുള്ള മതത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കിന്ന് ഇന്ത്യയിലുണ്ട്. എന്നാൽ അതിന് വിരുദ്ധമായി ഒരു മതത്തിൻ്റെ സന്യാസിനി സമൂഹമായ ആ സന്യാസിനികളെ അവരുടെ സഭാവസ്ത്രം ധരിച്ചു പോയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ സർക്കാർ ജയിലിലടയ്ക്കുന്ന ഒരു രീതിയും നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടു. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഏറ്റവും ന്യായ പീഠമായ ഒരു ജസ്റ്റിസിൻ്റെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് കിട്ടുന്നത്. ഇതൊന്നൊരു നല്ല സൂചനയല്ല നമ്മളിവിടെ കാണിക്കുന്നത്. ഇതൊരു മാറ്റം അതിന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവിധ ആശംസകളും അടുത്തതായി അരിയാട്ടൻ തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ സ്വാതന്ത്ര്യം എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. കാരണം എന്താ വെച്ചാൽ 78 വർഷം പ്രായമായിട്ടുള്ള എനിക്കുള്ള ഭാസ്കരേട്ടനൊക്കെ അടുത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ള ഒരു ചരിത്രം നമുക്കറിയില്ല. പറഞ്ഞു കേട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ കാണുന്ന ഇന്ത്യയായിട്ട് സ്വതന്ത്രമായിട്ട് നടക്കാനും ജോസഫ് പറഞ്ഞമാതിരി അത്രയും ഒരു ഡെമോക്രസി ആയിട്ടൊരു രാജ്യമാണ് നമ്മുടെ. അപ്പോൾ അത് എല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കുക. ആർക്കും ഒരു പാർഷ്യാലിറ്റി ഒരു ഫേവറിസം ഇല്ലാണ്ട് നാടിനും സമൂഹത്തിനും നന്മകൾ ചെയ്ത് ജീവിതത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം ആശംസിക്കുന്നു.
भारत माता की भारत माता की भारत माता